കൊച്ചി കളമശ്ശേരി പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. മൃതദേഹം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിച്ചാൽ പോലീസ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. സൂരജ് ലാമയ്ക്കായുള്ള അന്വേഷണത്തിന് മകൻ സന്തോൺ ലാമ വീണ്ടും കൊച്ചിയിലെത്തി. പോലീസിനും എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കുമെതിരെ സന്തോൺ ലാമ രൂക്ഷ വിമർശനം നടത്തി. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go? How can that happen? It's not that I don't trust them. It's just that they have shown their lack of responsibility so far. It's called due negligence in English. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു സുരേഷ്, ഹൈക്കോടതി സൂരജ് ലാമയുടെ വിഷയത്തിൽ വലിയ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ആണ് കോടതി ഇന്ന് പരിഗണിച്ചത്. ആ ഘട്ടത്തിലാണ് പോലീസ് കളമശ്ശേരി HMTയുടെ അവിടെ നിന്ന് ഒരു അജ്ഞാത മൃതദേഹം ലഭിച്ചുവെന്നും അത് സൂരജ് ലാമയുടേതാണെന്ന് സംശയിക്കുന്ന കാര്യവും കോടതിയെ അറിയിച്ചത്. കോടതി പക്ഷേ പറഞ്ഞത് അത് സൂരജ് ലാമയുടേതല്ലായിരിക്കട്ടെ എന്നാണ്. അതിന് പിന്നാലെയാണ് കോടതി തുടർ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂക്കിന് തുമ്പത്ത് ഒരാൾ കിടന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് കോടതി ചോദിച്ചു. ഇവിടെയുള്ള ആൾക്ക് വേണ്ടി എന്തിനാണ് ശബരിമലയിൽ പോയി പരിശോധന നടത്തുകയും അവിടെ അനൗൺസ്മെന്റ് നടത്തുകയെന്നും കോടതി ചോദിക്കുന്നു. VIP-കളെ സംരക്ഷിക്കുന്നതല്ല പോലീസിന്റെ ഉത്തരവാദിത്വം. സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. സൂരജ് ലാമയെ ആശുപത്രിയിൽ എത്തിച്ചത് മുതലുള്ള നടപടിക്രമങ്ങളുടെ ഓരോ മിനിറ്റ് ബൈ മിനിറ്റുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും നിലവിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ DNA പരിശോധനയിൽ ഈ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഈ പ്രദേശത്തെക്കുറിച്ചുള്ള വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകിച്ച് ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ കളമശ്ശേരി HMT പരിസരം. അവിടെ ഇത്തരത്തിലൊരു മേഖലയിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ആരെങ്കിലും ലാമയെ തള്ളിയിട്ടതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിയിട്ടതാണോ കൊന്നുകൊണ്ട് നിട്ടതാണോ എന്ന് പോലും നമുക്കറിയില്ല. അവിടെ നിന്ന് മർദ്ദിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു തള്ളു കൊടുത്താൽ പോലും നിലത്ത് വീണ് തലയിടിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വേണമെന്നും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക. ദിലീപ്, വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.